ഇപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത്യാവശ്യം സന്തോഷിക്കാനുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച ആഷ്ലി വെസ്റ്റ്വുഡുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. വെറുതെ അങ്ങോട്ട് ചർച്ച നടത്തുകയല്ല, ആഷ്ലി വെസ്റ്റ്വുഡ് തന്റെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടൊക്കെ തുടരാൻ റെഡി ആവണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഞാൻ തരുന്ന സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ ഇവിടെ എത്തിക്കണം. ഒരു സംഘം താരങ്ങളുടെ പട്ടിക ലിസ്റ്റ് ഞാൻ തരും. ആ ലിസ്റ്റ് ഓഫ് പ്ലേയേഴ്സിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം എന്നാണ് അധികൃതരോട് ആഷ്ലി വെസ്റ്റ്വുഡിന്റെ ആവശ്യം. ആഷ്ലി വെസ്റ്റ്വുഡിനെ പോലെ ഒരു പരിശീലകൻ പാതിയിൽ വെച്ച് വന്നു കയറി ബ്ലാസ്റ്റേഴ്സിനെ അഗാധ ഗർത്തത്തിൽ നിന്നും പോയിന്റ് പട്ടികയിൽ പടിപടികളായിട്ട് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തി. അത്രയും നല്ലൊരു പരിശീലകൻ ആവശ്യപ്പെടുന്ന ഒരു സംഘത്തിനെ കൊടുക്കാൻ നമ്മുടെ മാനേജ്മെന്റിന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൊണ്ടുവരാൻ വെസ്റ്റ്വുഡിനെ പോലെ ഒരു പരിശീലകന് കഴിയും. ഇവാൻ വുക്കോമാനോവിച്ച് നമ്മുടെ പഴയ ആശാന് ആദ്യ സീസണിൽ നടത്തിയ അത്ഭുതം രണ്ടാമത്തെ സീസണിലും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ട പ്ലേയേഴ്സിനെ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അതേ ആവശ്യം തന്നെയാണ് ഇപ്പം ആഷ്ലി വെസ്റ്റ്വുഡും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് വരും. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. പരിശീലകനെ നിലനിർത്താൻ പോലും ചർച്ചകൾ നടത്തുന്നുണ്ട്. പരിശീലകൻ തന്റെ പ്രിഫേർഡ് പ്ലേയേഴ്സ് ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിർജീവമാണ് എന്ന് പറയാൻ കഴിയില്ല. വെസ്റ്റ്വുഡിന് ആവശ്യമായിട്ടുള്ള ഒരു സംഘത്തിനെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കാം. ആ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ അധികൃതർ തയ്യാറായാൽ വെസ്റ്റ്വുഡ് തന്നെ നമ്മുടെ കോച്ചായിട്ട് തുടരും എന്നുള്ളത് എനിക്ക് ഒരു സന്തോഷവും പ്രതീക്ഷയൊക്കെ നൽകുന്ന ഘടകമാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട്